ഫ്ലഫിക്ക് എക്സാം ആണ് കേസ്. ഫ്ലഫിക്ക് എക്സാം അവനെ അതിന്റെ ഇടയ്ക്ക് വിളിച്ച് എന്തോടാ കഴിക്കോ? നിനക്ക് നിനക്ക് കഴിക്കല്ല, നിനക്ക് നിന്റെ തന്തയ്ക്ക് പണ്ടേ ഉള്ളതാണത്. അത് കൈക്ക് മാത്രമല്ല കഴപ്പുള്ളത്. കാരണം ഹലോ സാർ. സാർ എൻ്റെ അടുത്ത് പീഡിയിൽ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു. ഞാൻ റിപ്പോർട്ട് ചെയ്തു. ഇനി തിരിച്ചു പോകട്ടെ? ഹെയ്ലി മേഡം ആണെന്ന് തോന്നുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. ഹെയ്ലി മേഡം എവിടെ നിൽക്കുന്നത്? റേഡിയോ ഉണ്ട് സാറേ. ഹെയ്ലി മേഡം സിറ്റുവേഷന് പോയിക്കാണ്. റിട്ടേൺ കോള് തരുന്നില്ല, അതാണ്. ഇല്ല റേഡിയോയിലുണ്ട് സാറേ. എന്താ സാറേ? ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യണോ? സാറ് വെയിറ്റ് ചെയ്യാണെങ്കിൽ വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വന്നാലും മതി സാറേ. ഓ ഒരു മിനിറ്റ്. ഹെയ്ലി മേഡം വന്നിട്ടുണ്ട്. ഒരു കഴുകൻദാസ് വന്നിട്ടുണ്ടായിരുന്നു മേഡം. താരയുടെ നമ്പർ അണ്ണാ ഞാൻ വേറെ കാര്യം പറയാം. ഇങ്ങോട്ടാണ് അണ്ണാ. ഒരു പയ്യൻ ഇന്നലെ വന്നായിരുന്നു. ഇന്നലെ മെനിഞ്ഞാന്ന് എന്റെ ഞാൻ സരക്ക് ബാബു ഉണ്ടായിരുന്നു. അപ്പൊ അവൻ വന്നിട്ടൊരു കഥ അങ്ങോട്ട് തുടങ്ങി. പറഞ്ഞു വന്നപ്പോ മേരി മാതയിലെ അണ്ണന്റെ കൂടെ ഉണ്ടായിരുന്ന ആളെന്നാണ് പറഞ്ഞത്. കഴുകൻ ദാസ് അങ്ങനെ ഒരു ആള് അണ്ണന്റെ ഓർമ്മയില് ഉണ്ടായിരുന്നു അവിടെ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇതിനകത്ത് അങ്ങനെ അധികം ആരോടൊന്നും സംസാരിക്കത്തൊന്നും. ഈ അണ്ണാമ്പണ്ണിയൊക്കെ വേറെ ഏതെങ്കിലും റൂമിൽ കിടന്ന് വളർന്നതായിരിക്കും, എനിക്കറിഞ്ഞൂടാ. അതാരാ? കഴുകൻ ദാസ്. അണ്ണാ കഴുകൻ ദാസ് ഭയങ്കര പ്രശ്നമാണ്. അവൻ അണ്ണൻ അന്വേഷിച്ചിടക്കാണ്. എന്റെ കൂട്ടുകാരനാണ്. ഏത്? അവനാണ് അവിടെ നിൽക്കുന്നത്. അവനെയാണ് പീഡിയിൽ ഇപ്പൊ റിപ്പോർട്ട് ചെയ്യിപ്പിച്ചത്. അവനാണ് സംസാരിക്കുന്നത്. അതാരീ കഴുകൻ ദാസ്? എനിക്കറിഞ്ഞൂടാ. വില്ലൻദാസിന്റെ ആരെങ്കിലും എനിക്കറിഞ്ഞൂടാ, എനിക്ക് ഓർമ്മയില്ല. അന്ന പരിന്താവൻ സഹോദരനാണോ കഴുകൻദാസ്? എനിക്കറിഞ്ഞൂടാ. കൂട്ടുകാരെ മനസ്സിലായില്ലേ? പിത്ത കണ്ണ ഇങ്ങോട്ടാ കഴുകൻദാസ്. ഇത് ഹലോ, എന്റെ പേര് പരന്തുവാസ്. എന്റെ പേര് കഴുകൻദാസ്. വന്നേ ഹലോ, എനിക്കെന്നെ ഓർമ്മയില്ലേ? ഇല്ല. മേരി മാതയില് നിക്കത് ഞാൻ പറയാം. പണ്ട് ഈ ഓർഫണലായിരുന്നപ്പോ എന്നെ ഒരു ഫാമിലി വിളിച്ചുകൊണ്ട് പോയി. ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാണാൻ വന്നപ്പോ നിന്റെ അടുത്ത് ഞാൻ കാര്യങ്ങളൊക്കെ പറയായിരുന്നു. പുറത്ത് ഫാമിലീസ് ഒക്കെ നല്ല രീതിയിലാണ്, അച്ഛനും അമ്മേനൊക്കെ കിട്ടും. മറന്നു തന്നെ. നിന്നെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോയതിൻ്റെ അന്ന് തൊട്ട് നിന്നെ പോലത്തെ സകല പുണ്ടുകളെ ഞാൻ ജീവിതത്തിൽ നിന്ന് മറന്നതാണ്. നിന്നെയൊക്കെ കൊണ്ടുപോയി നിനക്കൊക്കെ നല്ല സുഖജീവിതം കിട്ടിയതേ, മുടിയൊക്കെ ചെലവിച്ച് നീയൊക്കെ വലിയ നിലയിൽ എത്തിയല്ലോ. ഞാൻ അവിടെ നിന്ന് ഒറ്റയ്ക്ക് എന്തോ ചെറിയ കാര്യത്തിലാണ് ഞാൻ സിറ്റി വന്നത്. എന്താ കാര്യം? എന്താ? ഒരു മിനിറ്റ്. ഹെയ്ലി മേഡം. ഹലോ വാസു സർ. സുഖമല്ലേ ഹെയ്ലി മേഡം? യെസ്, വാട്ട് അബൌട്ട് യു? എനിക്ക് സുഖമാണ് മേഡം. ഞാൻ ഇയാളുടെ അടുത്ത് ഒരു മിനിറ്റ് സമയം തന്നാൽ മേഡം 2 മിനിറ്റ് തിരിച്ചു വരാം. ഓക്കെ. അണ്ണാ, ദിയക്ക് അണ്ണനെ വലിയ കാര്യമാണെന്നോ? ദിയെ അതാരാ? 2 മിനിറ്റ് കഥ തീരുവോ? കഥയല്ല എന്റെ പൊന്നു വാസു, എനിക്ക് ഇപ്പോഴും തന്നെ മനസ്സിലായില്ലേ? ഇല്ല. ഞാൻ പറയട്ടെ, നിനക്ക് ഇപ്പഴും മനസ്സിലായില്ലേ? സിറ്റിയില് ഞാൻ പറയട്ടെ, ആർക്കും അറിയത്തില്ല. ചിലപ്പോ നീ കൂടെയുള്ളവരുടെ അടുത്ത്, നിങ്ങളുടെ സഹോദരന്മാരൊക്കെ കുറെ പേരുണ്ട്. ഇന്നലെ ഞാൻ കുറെ പേരെ കണ്ടായിരുന്നു. അവരുടെ അടുത്ത് ചിലപ്പോ പറഞ്ഞിട്ടുണ്ടായിരിക്കും. നിനക്ക് അവിടെ നിന്റെ ഓർഫണിലായിട്ട് വേണ്ടപ്പെട്ട ഒരാളെ നിനക്ക് എപ്പോഴും കാണാനൊക്കെ വന്നിട്ടിരുന്ന പുള്ളിയൊക്കെ പറയാറുണ്ട്. ഞാൻ ഇടയ്ക്ക് എന്നെ കാണാൻ വന്നപ്പോ
ഞാൻ എന്റെ ഫാമിലിയുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോ നീ പറഞ്ഞു നിന്നെ ഒരാളിടയ്ക്ക് കാണാൻ വരും, വിളിക്കൂല എന്നൊക്കെ പറഞ്ഞ് നിന്റെ അടുത്ത് പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. ഇപ്പോഴെങ്കിലും എന്നെ മനസ്സിലായ? ഇല്ല. അറിയാൻ കേട്ടാ അവർക്ക് അറിയാൻ കേട്ടാ റൈസ് മൊത്തത്തിൽ കണ്ടിട്ട് വന്നിരിക്കണ കേട്ടാ അവൻ പരന്തു വാസുദ റൈസ് സ്റ്റോറി ശരി, ഇപ്പൊ വലിയ ആളായി വാസണ ഇതാണ് അണ്ണൻ പറഞ്ഞ അണ്ണ് വന്നിട്ട് ഇല്ല ബാക്കി എല്ലാരും വന്നിട്ട് ബാക്കി എല്ലാരെയും നോക്കാം നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ? അണ്ണ ഇതാണ് സർപ്രൈസ് ആയിട്ട് വെച്ചേ. ഞാൻ ഒരു കാര്യം പറയട്ടെടാ കണ്ണാപ്പി, അന്ന് കുറെ അവന്മാരെ ദത്തെടുത്തോണ്ട് പോയായിരുന്നു. ഈ ദത്തെടുത്തോണ്ട് പോയവന്മാരെ ഒന്നും എന്റെ കണ്ണി കണ്ടുകൂടാ എനിക്ക്, മനസ്സിലായ? എന്നെ കൊണ്ടുപോയിട്ടില്ല. ഞാൻ അതുകൊണ്ട് എനിക്ക് ഈ ഇവന്മാരൊക്കെ ഉണ്ടല്ലോ, ഇവന്മാരൊക്കെ. പക്ഷെ അണ്ണന്റെ ഒരു കട്ടൊക്കെ ഉണ്ട് കേട്ടാ, കണ്ണാടി നിന്റെ അച്ഛന്റെ കട്ട ഉണ്ടോ? പറയണ കാര്യം നീ അങ്ങോട്ട് കേട്ടാ മതി കേട്ടാ, നീ അതിന്റെ ഇടയ്ക്ക് കൗണ്ടർ അടിക്കല്ലേ. സാറേ ഈ കോസ്റ്റ്യൂം ഇട്ട സാർ ഒന്ന് വരുമോ സാറേ? ഈ കോസ്റ്റ്യൂം ഇട്ട സാർ കോസ്റ്റ്യൂം സാറേ ചന്ദ്ര നമുക്ക് മാറി. കണ്ണാപ്പി ഫോറസ്റ്റ് കൊണ്ടുപോയി സംസാരിക്കുന്ന മറ്റേ ലിമിറ്റഡ് ഇനത്തിലുള്ള കുരങ്ങ കേട്ടാ. എന്താണ് സാറേ സാറേ ജംബോ സർക്കസിൽ എടുക്കാൻ പറ. ജംബോ സർക്കസില് സാറേ ജംബോ സർക്കസിൽ സൗണ്ട് വരുന്നേ. ചെമച്ചെന്ന് പറഞ്ഞ എന്താ? ചുമച്ച് സംസാരിക്കുന്ന പറയൻ ജംബോ അല്ലെങ്കിൽ ജെമിനി അതെ എന്തായിരുന്നു പേരെന്താ? കഴിവ് സൂര്യ എന്തിനായിരുന്നു? കഴിവന്താ. ഞാൻ വീട്ടിൽ ഒന്ന് പോയിട്ട് വരാം, ഒരു മിനിറ്റ്. കേട്ടില്ല. ചെറിയ ക്യാസ് നമ്മുടെ ഡിലീറ്റ് വരാൻ കേട്ടാ കഴിയാ. മേഡം ഇത് നമ്മുടെ കണ്ണാപ്പി ഓടിക്കല്ലേ മേഡം? സാർ കണ്ണാപ്പി ഓടിക്കല്ലേ? സാർ മേഡം ഓടിക്കില്ല. നമുക്കൊരു പരാതി വന്നിട്ടുണ്ട്. ഈ സുഹൃത്തിന്റെ പേരിൽ ഒരു കേസ് ഉണ്ടായിരുന്നു. എന്താണ് കേസ്? ഒരു സിവിലിയന്റെ വെഹിക്കിൾ എടുത്തിട്ട് ഇതാണ് ഈ സിവിലിയൻ. അകത്തിട്ട് സാർ മേഡം വരും. പുള്ളിയുടെ എന്താണ് മോശം പോയത്? ഹെയ്ലി മേഡം ഹലോ Yes, sir. എന്തൊരു Yes, sir. മേഡം എന്താ ഒരു ഭയങ്കര വിഷമൊക്കെ പോലെ സംസാരിക്കുന്നത്? എന്ത് പറ്റി മേഡത്തിന്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? Nothing, sir. Come on. പ്രശ്നങ്ങളൊക്കെ പറയല്ലേ. മേഡം മറ്റേ കേസ് സോൾവ് ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു ഞാൻ വന്നതേ. അത് നമുക്ക് ഇന്നങ്ങ് തീർത്തേക്കാം അതങ്ങ്. We'll solve it. But we will need the other party as well. Na? Is Amma there? Do you have Amma's number or anything? അയ്യോ, എനിക്ക് അവരോട് യാതൊരു കോണ്ടാക്ട് ഇല്ലാത്ത ആൾക്കാരെ എങ്ങനെയാണ് മേഡം ഞാൻ അവരുടെ നമ്പറൊക്കെ എടുക്കേണ്ട ആവശ്യം? ഇപ്പൊ